ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഇറച്ചിക്കറി റെസിപ്പി നോക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ട് ഇറച്ചി ഉരുളക്കിഴങ്ങും ഇട്ട് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇറച്ചി ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മസാലകളൊക്കെ ഇട്ടൊന്ന് ഇളക്കുന്നുണ്ട്. മസാലയ്ക്കായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മസാലയ്ക്കായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. കാരണം ഇതൊന്ന് പിടിച്ച് വരണം. മസാലയൊക്കെ ഇറച്ചിയിൽ നല്ല രീതിയിൽ പിടിച്ച് വരേണ്ടതുണ്ട്. ഞാനിവിടെ ഇറച്ചിയിൽ വെള്ളം ഒഴിക്കുന്നില്ല. ഇത് വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ ഇടാം. അതായത് സവോള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ. ഇവിടെ ഞാൻ ഒരു സവോളയാണ് എടുക്കുന്നത്. ഒരു സവോള, ഒരു പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയാണ് ഞാൻ ഇടുന്നത്. പച്ചമുളക് നിങ്ങൾക്ക് 1-2 ഇടാം കേട്ടോ. എരിവ് ഇവിടെ വളരെ കുറച്ച് മതി, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് 1-2 ഇടാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം നന്നായി അരിഞ്ഞെടുക്കാം. സവോള വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇടാം. ഇതുകൂടാതെ നമുക്ക് ഇതിലേക്ക് 1-2 തണ്ട് വേപ്പില കൂടി ഇടാം കേട്ടോ. ഞാൻ കുക്കറിൽ അടച്ചിട്ട് വേവിക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമുക്കിനി 6 വിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. ഇനി ഇറച്ചിക്കറിയിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങോ കായോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇവിടെ 4 ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 6 വിസിലിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇറച്ചി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിക്കണം. ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് 1 വിസിൽ മതി. 1 വിസിൽ കേട്ട ശേഷം നമുക്ക് ഓഫാക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങിന് പകരം നിങ്ങൾ കായയാണ് ഇടുന്നതെങ്കിൽ 2 വിസിൽ കേൾക്കണം. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. നമുക്ക് വിസിൽ വന്നിട്ട് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടണ സമയം കൊണ്ട് നമുക്ക് മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികളായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ്. നമ്മൾ മുന്നേ പൊടികൾ ചേർത്ത് ഇറച്ചി തിരുമ്മി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് പൊടികൾ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ഇവിടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. കുക്കറിലേക്ക് പൊടികളെല്ലാം ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. കുക്കർ അടുപ്പത്ത് ചെറു തീയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ഇതിനകത്തേക്ക് 1 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.